കേരളത്തിലെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച 5 നായക നടന്മാരാരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു 5 ആക്ടേഴ്സിൻ്റെ പേരും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് കൊടുത്ത വ്യക്തമായിട്ടുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അവർ ഈ പറയുന്ന അഭിനയം മാത്രമല്ല, അവർ സംവിധാനം ചെയ്ത സിനിമകൾ, അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഏറ്റവും മികച്ച രീതിയിൽ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് കൊടുത്ത ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 5 ആക്ടേഴ്സിൻ്റെ പേര് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആക്ടർ ആരാണ്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ ആയിരിക്കും. DQ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് DQ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംവിധാനത്തിലും അതുപോലെ തന്നെ DQൻ്റെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ലോക എന്ന് പറയുന്ന ഒരു ചിത്രം മലയാളം മൂവി ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ 320 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ മൂവി ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയാണ് ലോക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ DQ ഒരുപാട് വലിയ സംഭാവനകളാണ് മലയാളം മൂവി ഇൻഡസ്ട്രീസിന് കൊടുത്തിട്ടുള്ളത്. മലയാളം മൂവിക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ നായകൻ തന്നെയാണ് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള DQ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ അഞ്ചാമത്തെ പേര് കൊടുക്കുന്നത് DQനാണ്. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേര് പറയുന്നത് പൃഥ്വിരാജ് ആയിരിക്കും. ഇതുപോലെ തന്നെ മലയാളം മൂവി ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളിൽ നായക വേഷവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്, സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്. നമ്മുടെ KGF പോലുള്ള സിനിമകളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന വലിയൊരു പ്രൊഡ്യൂസറാണ് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ്ങിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ജീവിതം പോലെയുള്ള സിനിമകൾ, വെറൈറ്റി കണ്ടന്റുകൾ, ഒരു നായകന്മാർക്കും എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ടാസ്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള അത്രയും കോൺട്രിബ്യൂഷൻ നമ്മുടെ സിനിമാ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രി മറ്റുള്ള ഏത് ഇൻഡസ്ട്രീനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് ചിന്താഗതികളുള്ള, ഒരുപാട് ഈ റിനോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിന്തകൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ 4ാമത്തെ പേര് കൊടുക്കുന്നു. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് ഞാൻ പറയുന്നത് ഫഹദ് ഫാസിൽ, നമ്മുടെ സ്വന്തം ഫാഫ. ഈ പറയുന്ന പോലെ മലയാളം മൂവി ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളിൽ വളരെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫഹദ് ഫാസിൽ. അതുപോലെ തന്നെ ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആക്ടർ നമ്മുടെ മൂവി ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം. അദ്ദേഹം ഒരു സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. അന്യഭാഷാ ചിത്രങ്ങളിൽ ഒരുപാട് ചിത്രങ്ങളിൽ നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. എന്നും മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിലിന് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. നമ്മുടെ മമ്മൂക്കയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഇത്രയും ഡെഡിക്കേഷനുള്ള ഒരു ആക്ടർ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഇല്ല. ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കറിയാം, ആയിരക്കണക്കിന് സിനിമകളിൽ പല രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയെ, നമ്മുടെ ജനങ്ങളെയൊക്കെ ഒരുപാട് വിസ്മയിപ്പിച്ച ഒരു ആക്ടറാണ്. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട, ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര മനോഹരമായിട്ടൊരു വേഷങ്ങളൊക്കെ, ആ ഒരു വേഷത്തിന് വേണ്ടി ഡെഡിക്കേഷൻ, ആ ഒരു വേഷത്തിന് വേണ്ടി എഫേർട്ട് ഇടുന്ന, ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്, കോൺട്രിബ്യൂട്ടറാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ മമ്മൂക്ക ചെയ്യാത്തതായിട്ട് യാതൊരു കാര്യവുമില്ല. ആ ഒരു ലുക്ക് തന്നെ, അദ്ദേഹം വന്ന് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ 2ാം സ്ഥാനം നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ, പത്മശ്രീ, പത്മവിഭൂഷണം, ദി കംപ്ലീറ്റ് ആക്ടർ, ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ.
അദ്ദേഹത്തിന് മറിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ആക്ടർ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററി തന്നെ ഉണ്ടാവില്ല ലാലേട്ടനെ പോലെ ഇത്രയും മനോഹരമായിട്ട് ഓരോരോ റോളുകളും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഓരോ റോളുകളിലും അഭിനയിക്കാൻ പറ്റുന്ന, മാസാണെങ്കിലും മാസ്, ഇമോഷൻ ആണെങ്കിൽ ഇമോഷൻ, കോമഡി ആണെങ്കിൽ കോമഡി, എല്ലാ രീതിയിലുള്ള ഒരു വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും മികച്ച ഒരു ആക്ടർ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു നോക്കണം. നമ്മുടെ കേരളത്തിലെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫിലിം പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസ്, അതുപോലെ തന്നെയുള്ള പ്രൊഡക്ഷൻ, ഈ പറയുന്ന സംവിധാനം, എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് തൻ്റെ ടാലൻറ്റ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയം പണ്ട് തൊട്ട് തന്നെ നമ്മുടെ എല്ലാവിധ നമ്മുടെ അച്ഛനമ്മമാർ തൊട്ട്, അല്ലെങ്കിൽ അമ്മുമ്മ അച്ചാച്ചന്മാർ എല്ലാവരും തൊട്ട് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മുടെ ലാലേട്ടൻ. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ റോള് പ്ലേസ് ചെയ്യുന്ന രീതിയും ഓരോ കണ്ടന്റ് കേട്ടിട്ട് ആ ഒരു നായകനെ, ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മാറി നിന്ന് ആ ഒരു നായകനിലേക്ക് കൂടുമാറുന്ന ഒരു പ്രത്യേക ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്കതിനകത്ത് ഒരിക്കലും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാൻ പറ്റില്ല. ആ സിനിമയിലെ കഥാപാത്രത്തെ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. അത്രയും മനോഹരമായിട്ട് ഓരോരോ ക്യാരക്ടറും പ്ലേസ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടറാണ് നമ്മുടെ ലാലേട്ടൻ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടും ലാലേട്ടൻ്റെ ആ ഒരു ടാലൻറ്റ് വെച്ചിട്ടും നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 1-ാം സ്ഥാനത്ത് മോഹൻലാലിനെ പറയുന്നു. അങ്ങനെ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 5 ആക്ടേഴ്സിൻ്റെ പേരാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കിയ ഒരു ടോപ്പ് 5 ലിസ്റ്റാണ്. നിങ്ങളുടെ ലിസ്റ്റ് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാവും. ഓരോരോ പെർസ്പെക്റ്റീവിനനുസരിച്ച് ഈ പറയുന്ന ആക്ടേഴ്സിൻ്റെ പേരുകളും ലിസ്റ്റുകളും മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് ഏതാണ് അതും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്